നമസ്കാരം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു 10 ദിവസത്തെ മെഡിറ്റേഷൻ റിട്രീറ്റിന്റെ വിശദാംശങ്ങളാണ്. ഇതിന്റെ ഗൈഡ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു കൗതുകമുണ്ട്. ഒരു വശത്ത് വളരെ കർശനമായ ഏതാണ്ടൊരു പട്ടാളച്ചിട്ട പോലെയുള്ള നിയമങ്ങൾ. മൊബൈൽ ഫോണില്ല, സംസാരമില്ല, രാത്രി ഭക്ഷണം പോലുമില്ല. മറുവശത്ത് മനസ്സിന്റെ വിമോചനം, ആഴത്തിലുള്ള ധ്യാനം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ കടുംപിടുത്തവും സ്വാതന്ത്ര്യവും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതൊരു നല്ല ചോദ്യമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമായി തോന്നാം. പക്ഷേ ഈ റിട്രീറ്റിന്റെ ഒരു ഘടന മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. ഈ അച്ചടക്കം യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള മാനസിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന്. അനുമോദന സങ്കല്പ എന്ന വെബ്സൈറ്റിൽ നിന്നുള്ള ഈ വിവരങ്ങളനുസരിച്ച് അവർ ഈ 10 ദിവസത്തെ പരിപാടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഒരു സാധാരണ വ്യക്തിയെ പടിപടിയായി ധ്യാനത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ്. അതെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ഭാഗത്തേക്കും കടക്കാം. ആദ്യം തന്നെ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ആ സൂത്രത്തിൽ നിന്ന് തുടങ്ങിയാലോ? MN6 ആഗംഖേയ സുത്ത എന്നാണ് അതിന്റെ പേര്. എന്താണ് ഇതിന്റെ പ്രത്യേകത? MN6 അല്ലെങ്കിൽ ആഗംഖേയ സുത്ത എന്നതിന്റെ അർത്ഥം ഒരാളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്നാണ്. ഇതിൽ പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹം ലൗകികമായ നേട്ടങ്ങളോ അതല്ല ആത്യന്തികമായ ആത്മീയ വിമോചനമോ എന്തുമാകട്ടെ, അതിലേക്കുള്ള വഴി ഒന്നാണ്. ആ വഴി തുടങ്ങുന്നത് കുറ്റമറ്റ ഒരു ധാർമ്മിക അടിത്തറയിൽ നിന്നാണ്. ഈ റിട്രീറ്റിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ ആശയമാണ്. ധാർമ്മിക അടിത്തറ എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായും 4 കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ഒന്നാമത്തേത് സീല, അതായത് ധാർമ്മികതയിൽ പൂർണ്ണരായിരിക്കുക. രണ്ടാമത്തേത് ഇന്ദ്രിയ സംവര, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അതെ, കുറച്ച് സംസാരിക്കുക, കുറച്ച് കഴിക്കുക, കുറച്ചുറങ്ങുക. ചുരുക്കത്തിൽ ഊർജം പുറത്തേക്കു പോകാതെ ഉള്ളിലേക്ക് തിരിക്കുക. അടുത്ത 2 എണ്ണം കുറച്ചുകൂടി ഒരു രസകരമായി തോന്നി. ചെറിയ തെറ്റുകളിലെ ഭയം, പിന്നെ ഹിരി അഥവാ ധാർമ്മിക ലജ്ജ. ഈ ചെറിയ തെറ്റുകളിലെ ഭയം എന്നത് കുറച്ച് കഠിനമായി തോന്നുന്നില്ലേ? ഒരു ചെറിയ പിഴവ് പോലും അത്ര വലിയ കാര്യമാണോ? ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. നമ്മൾ ഒരു ചെറിയ കള്ളം പറയുമ്പോൾ പോലും ഉപബോധ മനസ്സിൽ ഞാൻ പിടിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊരു ചിന്ത ഓടിക്കൊണ്ടിരിക്കും. ഈ ചെറിയ അസ്വസ്ഥത പോലും ധ്യാനത്തിൽ മനസ്സിനെ പൂർണ്ണമായി ശാന്തമാക്കുന്നതിന് ഒരു തടസ്സമാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ പിഴവ് പോലും ഒരു വലിയ കാര്യമായി കണ്ട് ഒഴിവാക്കാൻ അവർ പറയുന്നത്. മനസ്സിനെ ഒരു ശാസ്ത്രീയ ഉപകരണമായി കാണുകയാണെങ്കിൽ അതിലൊരു ചെറിയ ഗ്രെയിൻ പോലും ഉണ്ടാകാൻ പാടില്ല. ഹൈ ഡെഫിനിഷൻ അവബോധത്തിന് ഹൈ ഡെഫിനിഷൻ ധാർമ്മികത വേണം. അപ്പോൾ ഹിരി എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അയ്യേ ഇത് ശരിയല്ലല്ലോ എന്ന തോന്നലാണോ? ഒരു മോശം വാക്ക് പറയാൻ തോന്നുമ്പോൾ അതെന്റെ നിലവാരത്തിന് ചേർന്നതല്ല എന്ന് സ്വയം ഓർമ്മിപ്പിക്കുന്ന ഒരു തരം ആന്തരിക സെൻസർഷിപ്പ്. കൃത്യം അതുതന്നെ. ലജ്ജ എന്ന വാക്കിന് ഇവിടെ ഒരു നെഗറ്റീവ് അർത്ഥമില്ല. മറിച്ച് സ്വയം ബഹുമാനിക്കുന്ന ഒരാൾക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന വൈമനസ്യമാണത്. അതാണ് ഹിരി. ഈ 4 തൂണുകളും ഉറപ്പിച്ച ശേഷമാണ് അവർ ധ്യാനത്തിന്റെ അടുത്ത പടിയിലേക്ക് കടക്കുന്നത്. കാരണം ധാർമ്മികതയില്ലാതെ ഏകാഗ്രതയില്ല, ഏകാഗ്രതയില്ലാതെ ജ്ഞാനവുമില്ല. കൊള്ളാം. ഈ അടിത്തറ വ്യക്തമായി. ഇനി ആ 10 ദിവസത്തെ യാത്രയിലേക്ക് കടക്കാം. ഒരു കെട്ടിടം പണിയുന്നത് പോലെ അടിത്തറയിൽ നിന്ന് തുടങ്ങി പടിപടിയാളി മുകളിലേക്ക് പോകുന്നൊരു ഘടനയാണ് അവർ നൽകിയിട്ടുള്ളത്. നമുക്കതിനെ 3ആയി തിരിക്കാം, അല്ലേ? അതെ, നമുക്കതിനെ ഒരു കടൽ യാത്ര പോലെ കാണാം. ആദ്യത്തെ 3 ദിവസം കൊടുങ്കാറ്റുള്ള ഒരു കടലിൽ നങ്കൂരമിടാൻ പഠിക്കുന്നത് പോലെയാണ്. അടുത്ത 3 ദിവസം ആഴക്കടലിലേക്ക് ഊളിയിടുന്നതുപോലെയും അവസാനത്തെ 3 ദിവസം അവിടെ നിന്ന് മുത്തുകൾ കണ്ടെത്തുന്നതുപോലെയും. നല്ല ഉപമ. അപ്പോൾ ആ ആദ്യത്തെ ഘട്ടം, അതായത് നങ്കൂരമിടുന്നത്, ദിവസം 1 മുതൽ 3 വരെ, ഈ ദിവസങ്ങളിൽ എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? ഈ 3 ദിവസങ്ങളിലും മുഴുവൻ ശ്രദ്ധയും ആനാപാനസതി അഥവാ ശ്വാസം നിരീക്ഷിക്കുന്നതിലാണ്. മൂക്കിന്റെ അറ്റത്തോ ചുണ്ടിനു മുകളിലോ ശ്വാസം തട്ടുന്നത് ശ്രദ്ധിക്കുക. മനസ്സെവിടെയൊക്കെ അലഞ്ഞു പോയാലും ദേഷ്യമോ സങ്കടമോ ഇല്ലാതെ അതിനെ സൗമ്യമായി തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് പരിശീലനം. ഒരു സംശയം. വെറുതെ ശ്വാസം ശ്രദ്ധിച്ച്
ദിവസവും 12 മണിക്കൂർ ഇരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. നടന്നും ഇരുന്നും നിന്നും ധ്യാനിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ ആളുകൾക്ക് മടുക്കില്ലേ? എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്? തീർച്ചയായും മടുക്കും. മനസ്സ് പ്രതിഷേധിക്കും. അവിടെയാണ് ആ കർശനമായ നിയമങ്ങളുടെ പ്രസക്തി. പുറത്തുനിന്ന് സംസാരിക്കാനോ ഫോൺ നോക്കാനോ പുസ്തകം വായിക്കാനോ ഒരു മാർഗവുമില്ല. മനസ്സിന് അലയാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് അത് പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ നിർബന്ധിതമാവും. ആദ്യത്തെ ദിവസം ഒരുപക്ഷെ 1000 തവണ മനസ്സ് പുറത്തേക്ക് പോയേക്കാം. അതിനെ 1000 തവണ തിരികെ കൊണ്ടുവരണം. 2-ാം ദിവസം അത് 900 ആകും. 3-ാം ദിവസമാവുമ്പോഴേക്കും മനസ്സ് കുറച്ചുകൂടി ശാന്തമാവുകയും ശ്വാസത്തിൽ അല്പനേരം തുടർച്ചയായി നിൽക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ നങ്കൂരം ഉറയ്ക്കാൻ തുടങ്ങുകയാണ്. ശരി. അപ്പോൾ ആദ്യത്തെ 3 ദിവസം കൊണ്ട് മനസ്സിനെ ഒരിടത്ത് പിടിച്ചിരുത്താൻ പഠിച്ചു. ഇനി അടുത്ത ഘട്ടം ആഴക്കടലിലേക്കുള്ള ഊളിയിടൽ. ദിവസം 4 മുതൽ 6 വരെ. ഇവിടെയാണ് ധ്യാനങ്ങൾ വരുന്നത്. എന്താണ് ഈ ധ്യാനങ്ങൾ? ശ്വാസത്തിൽ മനസ്സ് പൂർണ്ണമായി ഉറച്ചു കഴിഞ്ഞാൽ അടുത്ത പടി ആ ഏകാഗ്രതയെ കൂടുതൽ ആഴത്തിലുള്ളതും സന്തോഷകരമായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. അതാണ് ധ്യാനങ്ങൾ. ഇത് വെറും വിശ്രമമോ റിലാക്സേഷനോ അല്ല, മറിച്ച് മനസ്സിനെ പൂർണ്ണമായും ഒരു വിഷയത്തിൽ ലയിപ്പിച്ചു നിർത്തുന്ന അങ്ങേയറ്റം ഏകാഗ്രമായ അവസ്ഥകളാണ്. ഈ അവസ്ഥയിൽ മറ്റു ചിന്തകളോ ബാഹ്യമായ ശല്യങ്ങളോ ഉണ്ടാകില്ല. അപ്പോൾ വെറും 3 ദിവസം കൊണ്ട് 4-ാമത്തെ ധ്യാനം വരെ എത്താൻ കഴിയുമെന്ന് അവർ പറയുന്നു. ഇത് സാധാരണ ഒരാൾക്ക് സാധിക്കുന്ന കാര്യമാണോ? എനിക്കിത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ ഇത് അസാധ്യമാണ്. പക്ഷേ ഈ റിട്രീറ്റിൽ ആദ്യത്തെ 3 ദിവസത്തെ തീവ്രമായ പരിശീലനവും ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയതുകൊണ്ടും മനസ്സ് വളരെ പെട്ടെന്ന് ഏകാഗ്രമാകും. ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ ഓരോ ധ്യാനത്തിലേക്കും എങ്ങനെ പ്രവേശിക്കണമെന്ന് അവർ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകും. 4-ാമത്തെ ധ്യാനത്തിലെത്തുമ്പോൾ മനസ്സ് പൂർണ്ണമായും നിശ്ചലവും എന്നാൽ അതീവ ജാഗ്രതയുള്ളതുമായ ഒരവസ്ഥയിലാകും. ബുദ്ധമതത്തിലെ സമ്മാസമാധി അഥവാ ശരിയായ ഏകാഗ്രത എന്ന് പറയുന്നത് ഇതാണ്. ഈ അവസ്ഥയിലെത്തിയ മനസ്സ് ഒരു ലേസർ ബീം പോലെ ശക്തവും സൂക്ഷ്മവുമായിരിക്കും. ആ ലേസർ ബീം പോലെയുള്ള മനസ്സ് അതുപയോഗിച്ചാണ് അവസാന ഘട്ടത്തിലെ മുത്തുകൾ കണ്ടെത്തുന്നത്, അല്ലേ? അതാണ് 3-ാമത്തെ ഘട്ടം. ദിവസം 7 മുതൽ 9 വരെ നടക്കുന്ന വിപസന. എന്താണ് വിപസനയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതെ, അതുവരെ നമ്മൾ മനസ്സിനെ ഒരുക്കുകയായിരുന്നു. ഇനി ആ പതുക്കിയെടുത്ത ഉപകരണം ഉപയോഗിച്ച് യാഥാർത്ഥ്യത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണ് 5 സ്കന്ധങ്ങൾ, പ്രതീത്യ സമുത്പാദം തുടങ്ങിയ ആശയങ്ങൾ പ്രായോഗികമാകുന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കുറച്ച് പേടിയാകുന്നു. എന്താണിത്, ലളിതമായി പറഞ്ഞാൽ? പേടിക്കേണ്ട, വളരെ ലളിതമാണ് ആശയം. 5 സ്കന്ധങ്ങൾ എന്നാൽ ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ശരീരം, വികാരങ്ങൾ, ചിന്തകൾ, ഓർമ്മകൾ, ബോധം ഇവയുടെ ഒരു കൂട്ടം മാത്രമാണെന്ന് തിരിച്ചറിവാണ്. ഇവയൊന്നും സ്ഥിരമല്ല, ഇവയൊന്നും യഥാർത്ഥത്തിൽ ഞാനല്ല. അതുപോലെ പ്രതീത്യ സമുത്പാദം എന്നാൽ ലോകത്തിലെയെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽപ്പില്ല എന്ന കാഴ്ചപ്പാടാണ്. ഒരു കാരണമുണ്ടാകുമ്പോൾ ഒരു ഫലമുണ്ടാകുന്നു, അത്രയുള്ളൂ. അപ്പോൾ വിവസന ധ്യാനത്തിൽ ഈ ആശയങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ധ്യാനത്തിൽ ഏകാഗ്രമാക്കിയ മനസ്സുപയോഗിച്ച് സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചിന്ത ഉദിക്കുന്നു, അത് നിൽക്കുന്നു, അത് പോകുന്നു. ഒരു വേദന വരുന്നു, അത് മാറുന്നു. ശരീരത്തിലെ ഓരോ കോശത്തിലും സംഭവിക്കുന്ന ഈ മാറ്റങ്ങളെ നിരീക്ഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അസ്ഥിരമാണെന്നും ഈ മാറ്റങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ദുഃഖമാണെന്നും ഇതിലൊന്നും ശാശ്വതമായ ഒരു ഞാനില്ലെന്നുമുള്ള അനാത്മസത്യം ഒരു സിദ്ധാന്തമായിട്ടല്ല, മറിച്ച് സ്വന്തം അനുഭവമായി മനസ്സിലാകും. ഇതാണ് ഉൾക്കാഴ്ച അഥവാ വിപസന. ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ ആഴത്തിലുള്ള ഒരു അനുഭവമായി തോന്നുന്നു. അങ്ങനെ 9-ാം ദിവസം കഴിയുമ്പോഴേക്കും ഈ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു. 10-ാം ദിവസം എങ്ങനെയാണ്? 10-ാം ദിവസം ഒരു സമാപനമാണ്. ബ്രഹ്മവിഹാര ധ്യാനത്തോടെയാണ് ആ ദിവസം ആരംഭിക്കുന്നത്. അതായത് സ്നേഹം, മെത്ത, കരുണ, മറ്റുള്ളവരുടെ സന്തോഷത്തിലുള്ള സന്തോഷം, മുദിത, സമചിത്തത, ഉപേക്ഷ എന്നിവ വളർത്തുന്ന ധ്യാനം. ഉള്ളിൽ കണ്ടെത്തിയ സമാധാനവും ജ്ഞാനവും ലോകവുമായി പങ്കുവെക്കുന്ന ഒരു പ്രക്രിയയാണിത്.
ഉച്ചഭക്ഷണത്തിന് ശേഷം റിട്രീറ്റ് ഔദ്യോഗികമായി അവസാനിക്കും. അതുവരെ പാലിച്ച ആര്യമൗനം അവസാനിപ്പിച്ച് ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ആ 10 ദിവസത്തെ ഘടന ഇപ്പോൾ വ്യക്തമായി. ഇനി ഇതിനെല്ലാം സഹായിക്കുന്ന ആ നിയമങ്ങളിലേക്കൊന്നുകൂടി വരാം. ആര്യമൗനം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വെറും സംസാരം ഒഴിവാക്കൽ മാത്രമല്ല, ആംഗ്യങ്ങളോ കണ്ണുകൊണ്ടുള്ള ആശയവിനിമയമോ പിറുപിറുക്കലോ ഒന്നും പാടില്ല എന്ന് പറയുന്നു. എന്തിനാണ് ഇത്ര കർശനമാക്കുന്നത്? കാരണം ആശയവിനിമയം എന്നത് വലിയ ഒരു ഊർജം ആവശ്യപ്പെടുന്ന ഒന്നാണ്. നമ്മൾ ഒരാളെ നോക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ അയാൾ എന്തിനായിരിക്കും അങ്ങനെ നോക്കിയത് എന്ന് ചിന്ത വരും. ഒരു വാക്ക് മിണ്ടിയാൽ അതിന് മറുപടി വരും. പിന്നെ ചിന്തകളുടെ ഒരു പരമ്പര തന്നെ തുടങ്ങും. ഈ എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ടാണ് അവർ മനസ്സിനെ പൂർണ്ണമായി നിരീക്ഷിക്കാനുള്ള ഒരു ലാബ് സാഹചര്യം ഒരുക്കുന്നത്. പുറലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ഉള്ളിലേക്ക് മാത്രം നോക്കാനുള്ള ഒരവസരം. ഭക്ഷണത്തിന്റെ കാര്യവും അതുപോലെയാണല്ലോ. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ വൈകുന്നേരം ചായ മാത്രം, അത്താഴമില്ല. പക്ഷേ രാത്രി ഭക്ഷണം ഒഴിവാക്കുന്നത് എല്ലാവർക്കും ശാരീരികമായി പ്രായോഗികമാണോ? ചിലർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലേ? നിറഞ്ഞ വയറോടെ ധ്യാനിക്കാനിരിക്കുന്നത് ഉറക്കത്തിലേക്കും മന്ദതയിലേക്കും നയിക്കും. ലഘുവായ ശരീരം മനസ്സിനെ കൂടുതൽ ഉണർവുള്ളതും വ്യക്തതയുള്ളതുമാക്കാൻ സഹായിക്കും. 12 മണിക്കൂർ ധ്യാനിക്കണമെങ്കിൽ ശരീരത്തിന് ഭാരം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ ഈ വിശദമായ പരിശോധനയിൽ നിന്ന് നമുക്ക് എന്തുൾക്കൊള്ളാം? ഇതൊരു അവധിക്കാല ധ്യാന കോഴ്സല്ല, മറിച്ച് മനസ്സിന്റെ ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്ന ഒരു തീവ്ര പരിശീലന കളരിയാണ്. കൃത്യമാണ്. ഈ റിട്രീറ്റ് കേവലം ഒരു ധ്യാന രീതി പഠിപ്പിക്കുകയല്ല, മറിച്ച് ബുദ്ധന്റെ പ്രബോധനങ്ങളുടെ ഒരു സമഗ്രമായ പ്രായോഗിക പരിശീലനമാണ് നൽകുന്നത്. അച്ചടക്കം, സീല, ഏകാഗ്രത, സമാധി, ജ്ഞാനം, പന്ന എന്നീ 3 തൂണുകളിലാണ് ഈ പരിശീലനം പടുത്തുയർത്തിയിരിക്കുന്നത്. അവർ നൽകിയിട്ടുള്ള സൂത്രങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും, സിദ്ധാന്തവും പ്രയോഗവും ഇവിടെ ഒരുമിച്ചു പോകുന്നു. MN6 എന്ന സൂത്രം ഒരു വഴികാട്ടിയായി എടുത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ 10 ദിവസം കൊണ്ട് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് അവർ കാണിച്ചു തരുന്നത്. ചുരുക്കത്തിൽ, നിയമങ്ങൾ ഒരു ജയിലല്ല, മറിച്ചൊരു സംരക്ഷണ കവചമാണ്. ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാൻ സഹായിക്കുന്ന ഒരു കവചം. ഓരോ ദിവസവും ഓരോ പടി മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തമായ ഒരു യാത്ര. അതെ, അടിത്തറയിടുന്നു, കെട്ടിടം പണിയുന്നു, പിന്നെ അതിനുള്ളിൽ നിന്ന് ലോകത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ കാണാൻ പഠിക്കുന്നു. അതാണ് ഈ 10 ദിവസത്തെ റിട്രീറ്റിന്റെ രത്നച്ചുരുക്കം. Here's something to think about. ഉയർന്ന നിലവാരത്തിലുള്ള അവബോധത്തിന് ഉയർന്ന നിലവാരത്തിലുള്ള ധാർമ്മികത ആവശ്യമാണ് എന്ന് ഈ ഗൈഡിൽ ആവർത്തിച്ചു പറയുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഈ റിട്രീറ്റിന് പുറത്ത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ ആശയം എത്രത്തോളം പ്രസക്തമാണ്? നമ്മൾ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ ധാർമ്മിക തിരഞ്ഞെടുപ്പുകൾ, ഒരു ചെറിയ നുണ, ഒരു ചെറിയ സ്വാർത്ഥത, അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്തൊരു പ്രവൃത്തി, ഇവയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതയെയും വ്യക്തതയെയും എങ്ങനെയായിരിക്കാം കാർന്നു തിന്നുന്നത്? നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ചിതറിപ്പോകുന്നതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തികളിലെ ഈ ചെറിയ പിഴവുകൾ സൃഷ്ടിക്കുന്ന ആന്തരിക അസ്വസ്ഥതകളാകുമോ?